നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും നിങ്ങളുടെ ജീവിതം ഇന്ന് കറൻറ്റ് ടൈമിംഗ് എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാനും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡിങ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളെ എനർജിയെ കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കാൻ. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വേണമെങ്കിൽ, നമ്മൾക്കൊരു വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതിയേ പറ്റൂ. ഒരു പക്ഷേ പ്രാർത്ഥനയിലൂടെയെങ്കിലും നിങ്ങൾ അഫർമേഷൻസ് പറയുക, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിത്തീരണം, ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ ഏൺ ചെയ്യണം, നിങ്ങൾ ഏത് തലത്തിലൂടെ ബന്ധങ്ങളെ കൊണ്ടുപോകണം, നിങ്ങളുടെ കരിയർ പാതയിൽ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരണം, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന ആ ഒരു വിഷ്വലൈസേഷനോട് കൂടി തന്നെ നിങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അഫർമേഷൻസ് എഴുതുക, തീർച്ചയായിട്ടും അത് വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ ശത്രുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, നമുക്ക് വന്ന പരാജയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നതെങ്കിൽ, അത് തന്നെ റിപ്പീറ്റ് മറ്റ് സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞതെല്ലാം മറക്കുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം, അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിങ്ങളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അഫർമേഷൻസ് എഴുതുമ്പോൾ തന്നെ അതിനോടൊപ്പം ചേർത്താണ് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ മനസ്സിൽ ആരാധിക്കുന്ന ആ ഒരു എനർജീനെ കണക്റ്റ് ചെയ്ത് താങ്ക്സ് പറയുക. 100% നിങ്ങളുടെ ജീവിതം മാറും, അതിനകത്ത് യാതൊരു സംശയമില്ല. 2026 നമ്മുടെ വർഷമാണ്. മാക്സിമം പോസിറ്റീവായി ചിന്തിച്ച് മാക്സിമം നേടിയെടുക്കാവുന്നതെല്ലാം നിങ്ങൾ നേടിയെടുക്കുക. ചെറിയ കാര്യങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുക. ആദ്യം വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ കയ്യിൽ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പവർ എന്താണെന്നുള്ളത്. നമ്മളുടെ ഹൃദയം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അവിടെ നമ്മൾ എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ എനർജിയോട് കൂടി കടന്നു പോയാൽ എത്തിച്ചേരും. നമ്മുടെ ബന്ധങ്ങളിൽ, സാമ്പത്തിക ഭദ്രതയിൽ, കരിയർ പാതയിൽ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. മറ്റൊരാൾക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മളുടെ നാവിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വരുന്നില്ല എന്ന് ഓരോ ദിവസവും നിങ്ങൾ ഉറപ്പുവരുത്തണം. മറ്റുള്ളവരെ പരിഹസിക്കുക, കളിയാക്കുക, മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നു ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ വാങ്ങുമ്പം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് അസൂയ തോന്നും. ഇതൊന്നും നമുക്ക് വേണ്ട. കാരണം ഈ ഭൂമി സമ്പൽ സമൃദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അബണ്ടൻസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പ്രകൃതി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ളവൻ ചിന്തിക്കുന്നത് എന്താണോ അതാണ് അവന് ലഭിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മളിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ളവരിലെല്ലാം നന്മ വരുമ്പോൾ നമ്മളോട് പ്രപഞ്ചത്തോട് നന്ദി പറയുക. അവനത് കിട്ടിയതിൽ, അവർക്ക് ആ ഒരു മാറ്റം വന്നതിൽ താങ്ക് യു യൂണിവേഴ്സ്, നന്നായിരിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ നാവ് കൊണ്ടൊരു 10 പ്രാവശ്യം പറയുമ്പം തന്നെ നമ്മളിൽ മാറ്റം ഓൾറെഡി കണക്റ്റഡായി കഴിഞ്ഞു. പിന്നെ വജ്രകോശം ഇട്ടിട്ടുണ്ട്, വരാഹി മന്ദന, അതുപോലെ തന്നെ മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ കർമ്മയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണ് മണി അഫർമേഷൻസ്. അത്ഭുതങ്ങളിൽ ഒന്നാണ്
കാര്യങ്ങളാണ് ആ ഒരു മണി അഫർമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ബാധ്യതയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനൊന്നും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ഈ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഓവർ തിങ്കിങ്, എപ്പോഴും മനസ്സിനിങ്ങനെ ഭയപ്പെടുത്തുകയും അലട്ടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് കത്തിച്ച് കളയുക. നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്നും പുറന്തള്ളി കളയുക. നമുക്ക് വേണ്ടതിന് നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. നമ്മൾ മാറാൻ ശ്രമിക്കുക. മറ്റൊരാൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, സമൃദ്ധിയാണ്, ലോട്ടറി ഭാഗ്യമാണ്, ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രൗഡായ, വളരെയധികം പോസിറ്റീവായ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ഒരു എനർജിയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ഇടപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്ന ദിവസമൊക്കെ ആണ് എങ്കിൽ വളരെ പോസിറ്റീവാണ് കേട്ടോ. നിങ്ങൾക്കതൊരു വിജയത്തിൻ്റെ, അതായത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫിലൊരു ലോങ് ടൈം സക്സസ്സിലേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. കാരണം ഇന്ന് എന്തെങ്കിലും വിധിയൊക്കെ പറയുന്ന ദിവസം, കോടതി സംബന്ധമായിട്ടോ മറ്റു മധ്യസ്ഥതയുടെയൊക്കെ ഒക്കെ നിങ്ങൾക്കിന്ന് ഇടവരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്നത്, മനസ്സിന് സംതൃപ്തി ലഭിക്കുന്നതും സമാധാനവും ഹീലിങ്ങും ഉണ്ടാകുന്ന ഒരു ചേഞ്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാറാൻ സാധിക്കും കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിനകത്ത് ഇങ്ങനെ ചില ഐഡിയാസുകളൊക്കെ, ചില പ്ലാനിങ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം, ഇന്ന് അതിനൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വിധിയുടെ ഒരു ചേഞ്ചിങ് ആണ് കേട്ടോ. നിങ്ങളുടെ സമയം മാറുന്നതായിട്ട് എനർജിയാണ് കാണുന്നത്. സമയം മാറുമ്പം നമ്മളവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ആലോചിച്ച് സംസാരിക്കുക കേട്ടോ. അതായത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം വരുമ്പം വാഗ്ദാനങ്ങളൊക്കെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അമിതമായി സന്തോഷിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അമിതമായി ഇമോഷണലി നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക എന്നൊക്കെ പറയും പോലെ ഇന്ന് നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സിൽ നിങ്ങൾ സംസാരിക്കുന്നിടത്ത് വളരെയധികം മിതത്വം പാലിക്കുക എന്ന ഒരു എനർജി കൂടി വരുന്നുണ്ട്. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. സൂക്ഷ്മതയോടുകൂടി ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളിലും ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ്. വിജയത്തിൻ്റെ ദിവസമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മൂർച്ചയേറിയ ഒരു വാളിൻ്റെ എനർജി കൂടി അവിടെ കാണുന്നുണ്ട്. ഒരു സൈഡ് വളരെയധികം മൂർച്ചയേറിയതാണെങ്കിൽ മറ്റേ സൈഡ് വളരെ സ്മൂത്താണ്. അപ്പം അതിൻ്റെ നമ്മൾ ഏത് രീതിയിലാണോ അത് പിടിക്കുന്നത്, ഉപയോഗിക്കുന്നത്, അതുപോലിരിക്കും നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുകൂടി ഉണ്ട്. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ദിവസം കുറച്ചാലോചിച്ച് ബുദ്ധിപൂർവം വരുന്ന ഏത് സൗഭാഗ്യത്തെയും സ്വീകരിക്കുക. അങ്ങോട്ടേക്ക് മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കൊടുക്കാമെന്നും സപ്പോർട്ട് ചെയ്യാമെന്നും വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നൊക്കെ പറയുമ്പം പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന രീതിയിലാവാതിരിക്കാനായിട്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്ട്രെങ്ത് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് കുറച്ച് സ്നേഹവും കരുണയും എല്ലാം നിങ്ങൾ ഈ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് ഉണ്ടാകും. എല്ലാവരോടും ഒരു വാത്സല്യവും ഒരു വല്ലാതെ ഒരു അടുപ്പവും, അതായത് നെഗറ്റീവായ ഒന്നും തന്നെ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ആരിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ മിസ്യൂസിങ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു എനർജിയെ ബേസ് ചെയ്താണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്.
കരുണയും സ്നേഹവും വാത്സല്യവും ഒരു മാതൃ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചിലർക്കൊക്കെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റും കേട്ടോ. ഒരു കാത്തിരിപ്പിന് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തിരുന്നതിന് ഇന്നൊരു സമാപനം കുറിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അതിനൊരു പൂർണ്ണ തീരുമാനം, ഒരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് സംശയദൃഷ്ടിയോടുകൂടി, അതായത് ഇത് എങ്ങനെയാണ്, ഇത് വിശ്വസിക്കാമോ, അങ്ങനെയുള്ള ഒരു സംശയദൃഷ്ടിയുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട് കുറച്ച് ആളുകളിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെയൊക്കെ ഇന്ന് പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റക്കായിട്ട് നിന്ന പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടേതാകുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരു പക്ഷേ നിങ്ങളോട് ആരെങ്കിലും സാമ്പത്തികം കൈകാര്യം ചെയ്ത സ്ഥിതിയിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടി നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അതിനൊരു തീരുമാനത്തിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റം അവിടെ വരുന്നുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചൊരു ചീറ്റിംഗ് പ്രസൻസും ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ ആ ഒരു സാമ്പത്തികം നിങ്ങളിൽ നിന്നും കണക്റ്റ് ചെയ്തത്, നിങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ ആരെങ്കിലും കടം വാങ്ങിയതൊക്കെ തിരിച്ച് തരാതെ നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊരു ട്രാപ്പായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കി കളയാനും സാധ്യതയുണ്ട്. അത് പോട്ടെ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് ആളുകളുടെ എനർജിയിൽ ഡിലേ ആയിരുന്ന, അതായത് ഒരു പ്രതീക്ഷയോടുകൂടി ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരുന്ന ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ, എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് ചിന്തിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഒക്കെ നിന്ന, വളരെയധികം കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിന്ന നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനെക്കുറിച്ചൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് അനുകൂലമായിട്ടല്ല, അത് നിങ്ങൾക്കൊരു ചെറിയ നിരാശ നൽകുന്നുണ്ട്. പക്ഷെ ആ ഒരു നിരാശ എന്നത് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിലൊരു വിജയമാണ് കേട്ടോ. ആ ഒരു വീഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചതി പറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പറ്റിയാൽ, അത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ 100% പിന്നെ മുന്നോട്ടേക്ക് നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം നിങ്ങൾ ട്രോമയിലോ ചതിയിലോ ഒന്നും പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില വിജയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചിലത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലുള്ള സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതൊന്നും നമ്മളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിരാശപ്പെടുകയോ മറ്റ് ചിന്തകളിലേക്ക്, തെറ്റായ ചിന്തകളിലേക്ക് പോകുകയോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കാരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻസ്, ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന, വിട്ടുകൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ലായിരുന്നു. അത് നിങ്ങൾക്ക് അർഹതയുള്ളതല്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, തിരിച്ചറിവോടുകൂടി പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് എടുക്കുന്ന എല്ലാ ആക്ഷനും ഒരു സൺറൈസിങ് ആണ്, സക്സസ് ആണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പം നമുക്ക് പുരോഗതിയില്ല, നമ്മളിലേക്ക് വന്നു ചേരേണ്ട അബണ്ടൻസ് വരാതെ ബ്ലോക്കായി പോകുന്നു, നമുക്ക് സമാധാനവും സന്തോഷവും ഒരു സ്വസ്ഥതയും ഇല്ലാതാകുന്നു, നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവായ ബന്ധങ്ങളിലും സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഇറിറ്റേഷനും വെറുപ്പും എല്ലാം നിറഞ്ഞു നിൽക്കും. അതേസമയം ചിലത് നമ്മളിലുള്ളതല്ല, അത് പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എപ്പോഴെടുക്കുന്നു അതോടുകൂടി നിങ്ങളിലേക്ക് വരേണ്ട അബണ്ടൻസ് വരികയും ചെയ്യും. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവായ എനർജികളെല്ലാം
ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യും. ജീവിതം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ചേഞ്ച് ആവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിന്ന് 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ജസ്റ്റിസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു തേർഡ് പാർട്ടി പ്രസൻസ് ആവാം, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസുകളെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സിറ്റുവേഷൻസ് ആവാം. ഒരു യാത്രാ തടസ്സമോ സാമ്പത്തിക തടസ്സമോ മറ്റൊരു പേഴ്സൻ്റെ പ്രസൻസ് കൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്കായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നു. വളരെ കോൺഫിഡൻസോടു കൂടി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ചിലരെ സംബന്ധിച്ച് ഒരു ചാരിറ്റിയൊക്കെ ഇന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരാൾക്കൊരു സഹായം ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. അതൊരു പ്രൗഡായ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു ആശ്വാസമാവുന്നുണ്ട് നിങ്ങളുടെ കരങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണ്, ബ്ലെസ്സിങ്സ് ആണ് വന്നു ചേരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഉൾവലിഞ്ഞ് നിന്ന സിറ്റുവേഷൻസിൽ നിന്ന്, അതായത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ഒന്നിലേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇറങ്ങിത്തിരിക്കാനെന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന വ്യക്തികൾ പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില തീരുമാനങ്ങളും ചില പുതിയ തുടക്കങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് ചില നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് കാണുന്നത്. കരിയർ പാതയായിട്ടാണെങ്കിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹയർ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുടെ ലൈഫ് പർപ്പസ് എന്താണ്, മുന്നോട്ടേക്ക് നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു തീരുമാനം കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ കേട്ട് ഒരു ഇൻസ്പിറേഷൻ, വളരെയധികം ഒരു ചേഞ്ചിങ് വന്നിരിക്കുന്നതായിട്ടും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കത് ഓപ്പണിംഗ് ആണ്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുവേണ്ടി എല്ലാ മാർഗവും തുറന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ഒരു ടൈം ആയിരിക്കുന്ന എന്നൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്ന മക്കളെ. നിങ്ങളുടെ സമയം മാറുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും, നിങ്ങളുടെ സ്വപ്നങ്ങളാവാം, മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളാവാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിപ്പോയ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ പവറിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒറ്റയ്ക്ക് പൊരുതാനുള്ള ഒരു പവർ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ ചിന്തിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുമുള്ളൊരു സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ടൈം ചേഞ്ച് ആകുന്നു, നിങ്ങളുടെ സമയം മറിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയ തുടക്കം, പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. കോൺഫിഡൻസോട് കൂടി നിൽക്കേണ്ട സമയമാണ്. ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആക്കി എടുക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ഐഡിയാസുകളെല്ലാം പൂർണ്ണമാക്കാൻ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസുകൾ അത് നിങ്ങൾക്ക് പ്രായോഗികമാക്കി എടുക്കേണ്ട ഒരു ടൈമിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളിൽ ബ്ലെസ്സിങ്സിൻ്റെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയുടെ സമയമാണ്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഒരു പൊസിഷനിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു പ്രൗഡായ സിറ്റുവേഷൻസിൽ വീണ്ടും ഒരു പുതിയ ഒരു ചാൻസ് കൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത മാർഗത്തിലൂടെ നിങ്ങളുടെ ജീവിതം മാറുന്നു. നിങ്ങളിരിക്കുന്ന പൊസിഷന് ഒരു റെസ്പെക്റ്റിംഗ് എനർജിയിലേക്ക്, ഒരു പ്രാധാന്യത്തിലേക്ക്, നിങ്ങളുടെ ഏജിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, ലീഡർഷിപ്പ് അതായത് വല്ല പാർട്ടി സംബന്ധമാകുന്ന കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് എല്ലാം വളരെയധികം ഫോക്കസിങ് സമയമാണ് കേട്ടോ. ഇത് ഒരു വെൽത്ത് എനർജിക്കാണ് ഇന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യം കാണുന്നത്. ഒന്നിലധികം കാര്യങ്ങളിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് പവർ തരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഇപ്പം കറൻറ്റ്ലി ഉണ്ട് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ടോക്സിക് ആകുന്ന ചില സ്വപ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ നേടിയെടുക്കണമെന്നുള്ള ഒരു ആർജവത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇൻറ്റ്യൂഷൻ എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു തിരിച്ചറിവ്, അതായത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ്, നിങ്ങൾ സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, കരിയർ പരമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ബന്ധങ്ങളെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു പാഷൻ, ഒരു ചേഞ്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് കരിയർ പാതയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഉള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം കൂടി ഇന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങളെടുക്കുന്ന ആ ഒരു സ്ട്രഗിള്, നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, സാമ്പത്തികമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന, അതായത് നമ്മളുടെ റിലേഷൻ ഒഴികെ ബാക്കി ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇന്ന് പോകണം. മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യാനോ മോശമായി ചിത്രീകരിക്കാനോ ഉള്ള ഇട വരുത്താതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ. ഫാമിലി പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണമെന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നവർ, അവിടെ ഫാമിലിയെ കണക്റ്റ് ചെയ്തുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ജാഗ്രത പാലിക്കുക. അവിടെ കൂടുതൽ എനർജി കണക്റ്റ് ചെയ്യുക കേട്ടോ. റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. പോസിറ്റീവായി തന്നെ തുടരാനാണ് പറയുന്നത്. അതും പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് തന്നെ കേട്ടോ. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് ആയിക്കോട്ടെ, ഒന്നിലധികം വ്യക്തികളെ കണക്റ്റ് ചെയ്യുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കവിടെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു നിരാശ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു മിസ്സിങ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് ഇന്നത്തെ ദിവസം പോകുക. പ്രതികരിക്കാനോ മറ്റും നിൽക്കണ്ട. റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി കടന്നു പോകാൻ ശ്രമിക്കുക കേട്ടോ. അൺലൈക്കലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അസാധ്യമാണ്. അതായത് ചില കാര്യങ്ങളിൽ ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്നത്, ചില വെല്ലുവിളികളെയൊക്കെ ഇന്ന് നേരിടേണ്ടി വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കതിനെ മറികടന്നു പോകാൻ പറ്റാതെ വരും. അതായത് ഒരു ഓവർ കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം കാണിക്കണ്ട. നമ്മൾ മുകളിൽ കണ്ടതുപോലെ ഒരു ശ്രദ്ധയോടുകൂടി കടന്നു പോകാൻ ശ്രമിക്കുക. ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ മറ്റെല്ലാം മറന്ന് നിങ്ങൾ ഏത് കാര്യത്തിലാണോ എഫേർട്ട് എടുക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസം പോലിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആ സാഹചര്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുക. പിന്നെ കുറച്ചൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഇന്നത്തെ ദിവസം വേണം. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഒന്ന് സൈലൻ്റ് ആവണം. ഒന്ന് എന്താ പറയുക, ഒരു ശ്രദ്ധയോടു കൂടി ഓരോ കാര്യങ്ങളും തീരുമാനിക്കണം. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഫെമിനിയൻ എനർജിയുടെ പ്രസൻസാണ് ഇന്ന് ഊർജം കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ.